ആദ്യത്തെ ഓർഡർ കഴിഞ്ഞ് രണ്ടാമത്തെ ഓർഡർ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 61 രൂപയാണ് ഈ ഓർഡറിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൽക്കാരയിൽ നിന്ന് തന്നെയാണ് ഇതും എടുക്കാനുള്ളത്. റെസ്റ്റോറന്റിൽ എത്തിയപ്പോൾ 1-2 സ്വിഗ്ഗി ഡെലിവറി ബോയ്സുകൾ ഉണ്ടായിരുന്നു അവിടെ. ഈ ഓർഡർ റെഡി ആവാനായിട്ട് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നിരുന്നു. പിന്നെ സൽക്കാരയിൽ നല്ല രീതിയിൽ ഒരു റെസ്റ്റിംഗ് പോയിന്റ് അവിടെ ഉള്ളത് കൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മസാല ദോശയും 3 തട്ട് ദോശയും ഒരു കടലക്കറിയുമാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൈ കിട്ടിയ ഓർഡറും എടുത്ത് ഞാൻ നേരെ കസ്റ്റമർ അടുത്തേക്ക്. കോഴിക്കോട് പുതിയങ്ങാടി ഭാഗത്തേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. 4 കിലോമീറ്റർ മാത്രമാണ് കസ്റ്റമറുടെ അടുത്തേക്കുള്ള ദൂരം. മഴയുടെ ബോണസും സർജ് ബോണസും എല്ലാം കൂടെ ചേർത്താണ് 60 രൂപയുടെ ഓർഡർ കിട്ടിയത്. പോകുന്ന വഴി ബൈക്കിന്റെ ഫ്രണ്ടിലുള്ള ടയറിൽ കുറച്ച് കാറ്റ് കുറവുള്ളതുപോലെ തോന്നി. അങ്ങനെ നേരെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറ്റി കാറ്റടിക്കാമെന്ന് വിചാരിച്ചു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. മഴയെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് മേലിൽ നിന്ന് ഞാൻ റെയിൻകോട്ട് അയച്ചിട്ടില്ല. ഫോണിനും മഴ കൊള്ളാതിരിക്കാൻ ഒരു റെയിൻ പൗച്ചും ഇട്ടുകൊടുത്തു. ഈ ഓർഡറിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പുതിയങ്ങാടി സ്ഥിതി ചെയ്യുന്ന മൈത്ര ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്കാണ്. ലൊക്കേഷനിലെത്തി കസ്റ്റമർ എത്ര വിളിച്ചിട്ടും കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നീട് കസ്റ്റമർ ഫോൺ എടുത്തു.